ഇന്നലെ ഷാർജയിൽ കൊല്ലം ചവറ തെക്കം ഭാഗം സ്വദേശി അതുല്യ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് പിടിയിൽ. മുൻകൂർ ജാമ്യമുള്ളതിനാൽ സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കൊല്ലം ജില്ലാ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. ഇന്നു പുലർച്ചെ ഷാർജയിൽ നിന്നെത്തിയ സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച് വലിയതുറ പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നാലെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് സതീഷിനെ കൈമാറി. അന്വേഷണത്തോട് സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് കൂസലില്ലാതെ സതീഷിന്റെ മറുപടി. വെള്ളിയാഴ്ച സതീഷിന് കൊല്ലം ജില്ലാ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊലപാതകമാണെന്നതിന് നിലവിൽ തെളിവുകളില്ലെന്ന ഇടക്കാല ജാമ്യ ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു. വ്യവസ്ഥകളോടെയാണ് ജാമ്യം. മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് അതുല്യയുടെ കുടുംബം. കുറ്റവാളിയായ ഇവനെ മദ്യത്തിനടിമയായി ഇവന് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അത് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളാണ്. ഇങ്ങനെയുള്ള കുറ്റവാളികളെ രക്ഷപ്പെടാനാണ്. കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.